നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സുരക്ഷ നൽകപ്പെടുന്ന നേതാവാണ്. സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എന്ന സുരക്ഷാ വിഭാഗമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സുരക്ഷയൊരുക്കുന്നത്. ഇന്ന് തിരുവനന്തപുരത്തെത്തിയ പ്രധാനമന്ത്രിക്ക് അസാധാരണമായ സുരക്ഷയായിരുന്നു. പതിവിലും കനത്ത സുരക്ഷയിലാണ് അദ്ദേഹം തിരുവനന്തപുരത്തെ പരിപാടിയിൽ പങ്കെടുത്തത്. നിരവധി മാധ്യമപ്രവർത്തകർക്ക് മീഡിയ പാസ് പോലും നിഷേധിക്കപ്പെട്ടു. മീഡിയ പാസിനുള്ള അപേക്ഷകളിൽ ഇത്തവണ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ വിഭാഗമായ SPG കടും വെട്ടുവെട്ടി. PRD മുഖേന മാത്രമാണ് ഇത്തവണ മീഡിയ പാസുകൾ നൽകിയത്. അസാധാരണമായി മോദിയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാക്കിയതിനു പിന്നിൽ തലസ്ഥാനത്തെ ഒരു ഫോട്ടോഗ്രാഫർ കാരണമാണ് എന്നാണ് സൂചന. അതായത് കഴിഞ്ഞ തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ഗുരുതരമായ ഒരു സുരക്ഷാ വീഴ്ച സംഭവിച്ചു. അതധികം വാർത്തയായില്ല എന്ന് മാത്രം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് ശേഷം അദ്ദേഹത്തെ യാത്രയയക്കാനുള്ള ലൈനപ്പിൽ എങ്ങനെയോ ഈ ഫോട്ടോഗ്രാഫറെയും ഉൾപ്പെടുത്തിയിരുന്നു. തലസ്ഥാനത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട BJPയുടെ പരിപാടികളിലെല്ലാം സദുദ്ദേശത്തോടു കൂടി തന്നെ പങ്കെടുക്കുന്ന, ആവേശത്തോടുകൂടി ചിത്രങ്ങൾ പകർത്തുന്ന ഒരു ഫോട്ടോഗ്രാഫറാണ് അദ്ദേഹം. അനധികൃതമായിട്ടൊന്നുമല്ല, അതിനാവശ്യമായ അനുമതികളോടുകൂടി തന്നെയാണ് അദ്ദേഹം BJPയുടെ പരിപാടികളിൽ പങ്കെടുത്ത് ചിത്രങ്ങൾ പകർത്തുന്നത് എന്നാണ് വിവരം. അതിന് അദ്ദേഹത്തെ ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്ന കാര്യമൊന്നും അറിയില്ല. എന്തായാലും പ്രധാനമന്ത്രിയെ യാത്രയയക്കാനുള്ള ലൈനപ്പിൽ ഇടം പിടിച്ച ഇദ്ദേഹം കഴിഞ്ഞ തവണ ഒരു അതിബുദ്ധി കാട്ടി. വിമാനത്തിലേക്ക് കയറാൻ തുടങ്ങിയ മോദിയെ ഇയാൾ പിന്നിൽ നിന്ന് വിളിക്കുകയും സെൽഫി എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി അത് കേൾക്കുകയും തിരിച്ച് പടികൾ ഇറങ്ങി വന്ന് ഈ ഫോട്ടോഗ്രാഫർക്കൊപ്പം നിന്ന് സെൽഫി എടുത്ത ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. മോദിയുടെ വലിയ ആരാധകനായിരുന്ന അദ്ദേഹത്തിന് അത് സന്തോഷമായി. പക്ഷേ കഥ ഇനിയും ബാക്കിയുണ്ടായിരുന്നു. നടന്നത് ഗുരുതരമായ സുരക്ഷാ ലംഘനമായിരുന്നു. അപ്രതീക്ഷിതമായി ഒരു വ്യക്തി VVIPയുടെ അടുത്തെത്തിയത് SPGയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. മോദി വിമാനത്തിൽ കയറി വാതിലടഞ്ഞതും ഈ ഫോട്ടോഗ്രാഫറെ SPG കസ്റ്റഡിയിലെടുത്തു. എങ്ങനെയാണ് അദ്ദേഹം ലൈനപ്പിൽ ഇടം പിടിച്ചതെന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരമുണ്ടായിരുന്നില്ല. മീഡിയ പാസ് ദുരുപയോഗം ചെയ്താണ് ഇദ്ദേഹം മോദിക്ക് അടുത്തെത്തിയത് എന്നാണ് സൂചന. ഉന്നത നേതാക്കൾ ഇടപെട്ടാണ് SPGയുടെ പിടിയിൽ നിന്നും ഫോട്ടോഗ്രാഫറെ മോചിപ്പിച്ചത്. ഈ സുരക്ഷാ വീഴ്ചയുടെ പേരിൽ 3 SPG ഉദ്യോഗസ്ഥർക്കാണ് അന്ന് സസ്പെൻഷൻ ലഭിച്ചത്. ഈ സംഭവമാണ് ഇത്തവണ സുരക്ഷ കടുപ്പിക്കാൻ SPGയെ പ്രേരിപ്പിച്ചത്. VVIP ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങളുമായി സഹകരിക്കാനും സുരക്ഷാ വീഴ്ചകൾ ഉണ്ടാകാതെ നോക്കേണ്ടതുമായ ഒരു ഉത്തരവാദിത്വമാണ് ഈ ഫോട്ടോഗ്രാഫർ കാണിക്കാതിരുന്നത്. ഒരു നിമിഷത്തെ പക്വതയില്ലാത്ത പ്രവർത്തനം കാരണമാണ് ഇന്ന് നിരവധി മാധ്യമപ്രവർത്തകരുടെ മീഡിയ പാസുകൾ SPG നിരസിക്കാൻ കാരണം. നാളുകളേറെയായാലും ചെറിയ സുരക്ഷാ വീഴ്ച പോലും SPG ഓർത്തു വയ്ക്കുമെന്നതിൻ്റെ തെളിവ് കൂടിയാണിത്. കഴിഞ്ഞ തവണയുണ്ടായ അനുഭവം കൃത്യമായി അവർ റെക്കോർഡ് ചെയ്യുന്നു. അതനുസരിച്ച് ഇത്തവണ സുരക്ഷ കർശനമാക്കുകയും ചെയ്തു. പഴുതടച്ച സുരക്ഷ ഉറപ്പാക്കാൻ അവർ തീരുമാനിക്കുകയായിരുന്നു. യാതൊരു ഇളവും ആർക്കും അനുവദിച്ചില്ല. ഒരാളുടെ പക്വതയില്ലാത്ത പെരുമാറ്റം ഇന്ന് നിരവധി പേർക്ക് വിനയായി മാറി. പക്ഷേ എന്തൊക്കെയായാലും VVIP സുരക്ഷ, അതിനാണ് മുൻതൂക്കം. മറ്റെന്തും അത് കഴിഞ്ഞേയുള്ളൂ. ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിറങ്ങിയത്. ഗവർണറും മുഖ്യമന്ത്രിയും അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. തുടർന്ന് അദ്ദേഹം കനത്ത സുരക്ഷയിൽ പുത്തരിക്കണ്ടത്തെത്തി. ഓവർബ്രിഡ്ജ് മുതൽ പുത്തരിക്കണ്ടം മൈതാനം വരെ റോഡ് ഷോയും ഉണ്ടായിരുന്നു. പ്രവർത്തകരെ കൈവീശി കാണിച്ചാണ് അദ്ദേഹം സമ്മേളന സ്ഥലത്തേക്ക് പോയത്. തിരുവനന്തപുരം നഗരസഭയിൽ അധികാരത്തിൽ വന്നാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തുമെന്ന BJPയുടെ വാഗ്ദാനമാണ് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തോടുകൂടി പാലിക്കപ്പെട്ടത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.